ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കടലക്കറി എല്ലാവരും തന്നെ തയ്യാറാക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. പക്ഷേ കൂട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയും കൂട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുകയോ അതേപോലെ കടല അരച്ച് ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അപ്പോൾ കടല ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത കടലയാണ്. അത് ചെറിയൊരു അളവിലാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത്. അതേപോലെ കുതിർത്ത വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. അത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. കടല കുതിർക്കാനിടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർക്കാൻ വെക്കാൻ. അപ്പോൾ ആ വെള്ളം നമുക്ക് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കടലയുടെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ കിട്ടും. അത് കറിക്ക് ടേസ്റ്റ് കൂട്ടാനും നല്ലതാണ്. ഇതിലേക്ക് ചേർക്കുന്നത് സവാളയും തക്കാളിയും പച്ചമുളകുമാണ്. സവാള ആണെങ്കിൽ ഇടത്തരം പരുവത്തിലുള്ള 2 സവാള, പിന്നെ 2 തക്കാളി, 3 പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം. ഈ സവാളയും തക്കാളിയാണ് നമ്മളുടെ ഗ്രേവി നല്ല തിക്കാക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 സവാള എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ഗ്ലാസ് അളവിലും വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അപ്പം ഇത് മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ് ഗരം മസാലപ്പൊടി. കാരണം ഈ ചിക്കൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് ഈ കടലക്കറിക്ക് കിട്ടുന്നത് ഈ സമയത്ത് കടല വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മസാലപ്പൊടി ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവിക്കാൻ വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും ഇതേപോലെ ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതാണ് നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ കൂട്ടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഈ കടലക്കറിക്കും കിട്ടുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി എത്ര ചേർക്കുന്നോ അതിൻ്റെ നേർപകുതി വേണം മുളക് പൊടി ചേർക്കാൻ. മുളക് പൊടി അധികമായി കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറിക്ക് ഒരു ടേസ്റ്റേ കാണത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. എത്ര നമ്മൾ മല്ലിപ്പൊടി ഇടുന്നോ അതിൻ്റെ നേർപകുതി വേണം മുളക് പൊടി ഇടാൻ. വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് 2 മാത്രം മതി. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഞാൻ ഒരുപാട് നേരമൊന്നും വെള്ളം വറ്റിച്ചെടുക്കുന്നില്ല. കാരണം ഇത് തണുക്കും തോറും കുറുകി വരും. അപ്പം കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒറ്റ തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ല കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.